എനിക്ക് പറയാനുള്ളത് ഷെർലക് ഹോംസിനെ കുറിച്ചാണ്. ഷെർലക് ഹോംസും ഞാനും, അതായത് ഞാൻ. അപ്പോൾ പെട്ടെന്ന് കാര്യത്തിലോട്ട് കടക്കുകയാണെങ്കിൽ, എന്നെ സ്വാധീനിച്ചോ ഇല്ലയോ എന്ന് കൃത്യമായിട്ട് പറയാൻ പറ്റത്തില്ല. കുറച്ചു കാലം മുമ്പായിരുന്നെങ്കിൽ എന്നെ സ്വാധീനിച്ചു എന്ന പേരിൽ എനിക്ക് ഇവിടെ പറയാമായിരുന്നു. എങ്കിലും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട, ഞാൻ വായിച്ചതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട പുസ്തകമാണ് ഷെർലക് ഹോംസ് കഥകൾ. അത് എനിക്ക് തോന്നുന്നു രണ്ടോ മൂന്നോ തവണ അതിൻ്റെ ഫുൾ കഥകൾ ഞാൻ വായിച്ചിട്ടുണ്ട്. ചിലതൊക്കെ എനിക്ക് ഇഷ്ടമായിട്ടുണ്ട്, ചിലതൊന്നും അത്ര രസമില്ല. ഇൻ ദ സെൻസ് എന്തുകൊണ്ട് രസമില്ല എന്നുള്ളത് ഇതൊക്കെ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അതിന് ഞാൻ കൃത്യമായിട്ട് അനലൈസ് ചെയ്യുകയും അതിൽ നിന്ന് ഉൾക്കൊള്ളുകയും തള്ളിക്കളയുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഷെർലക് ഹോംസിനെ കുറിച്ചാണ്. അപ്പം ഞാനത് വളരെ ചെറുപ്പത്തിൽ തന്നെ എനിക്ക് ആ പുസ്തകം വായിക്കാൻ കിട്ടിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു 4ാം ക്ലാസ്സിൽ വെച്ച് ഞാൻ ആ പുസ്തകം വായിച്ചിട്ടുണ്ട്, ഷെർലക് ഹോംസിൻ്റെ കൃതികൾ. അപ്പം അന്ന് തന്നെ എനിക്കത് ഇഷ്ടപ്പെട്ടതാണ്. പിന്നെ വർഷങ്ങൾക്ക് ശേഷവും ഞാനത് വായിച്ചിട്ടുണ്ട് പലതവണ. അപ്പോൾ എനിക്ക് ഷെർലക് ഹോംസ് ഭയങ്കര ഇഷ്ടമാണ് എന്നുള്ളതാണ്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഞാൻ ത്രില്ലർ, ആക്ഷൻ, മിസ്റ്ററി, അങ്ങനെയുള്ള ഒരു പെട്ടെന്നൊരു ഒരു ഇതുണ്ടാകുന്ന ഒരു സംഭവത്തിനോട് എനിക്കൊരു ചില താല്പര്യം ഉള്ളത് കൊണ്ട് ആയിരിക്കണം. അപ്പം മെയിനായിട്ടും ആക്ഷൻ, റൊമാൻസ് എന്നുള്ളതാണല്ലോ മനുഷ്യൻ്റെ പ്രൈമറി വികാരങ്ങൾ. മനുഷ്യ ചരിത്രം എടുത്ത് നോക്കുകയാണെങ്കിൽ ആദ്യം ഉണ്ടായ 2 വികാരങ്ങളെ നമ്മൾ സംസ്കരിച്ചെടുക്കുമ്പോൾ അത് ഒന്ന് ആക്ഷനും ഒന്ന് റൊമാൻസുമാണ് എന്നുള്ളതാണ്. അപ്പം ഇതിൽ രണ്ടിലും ഒരു പ്രാവീണ്യമുള്ള ഒരാൾ എന്നുള്ള നിലയിൽ, ഒരു കലാകാരൻ എന്നുള്ള നിലയിൽ ഇതിൽ രണ്ടിലും എനിക്ക് പ്രാവീണ്യമുള്ളതിൽ ഞാൻ അഭിമാനിക്കുന്നു, സന്തോഷിക്കുന്നു. ആ കാര്യത്തിൽ സന്തോഷമുണ്ട്. അപ്പോൾ ഷെർലക് ഹോംസിലേക്ക് വരുമ്പോഴത്തേനും എന്നെ ഷെർലക് ഹോംസ് ഇഷ്ടപ്പെടുത്താനുണ്ടായ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നല്ല എഴുത്താണ് ഇതിൻ്റെ. അതായത് വളരെ ഷോർട്ടായിട്ട് വളരെ കൃത്യതയോടെ എഴുതിയിട്ടുണ്ട്. പിന്നെയുള്ളതെന്ന് പറയുമ്പോൾ അതിൻ്റെ എഴുത്തുകാരൻ്റെ മാനസികാവസ്ഥ ആ എഴുത്തിനെ ബാധിച്ചിട്ടുണ്ട്. അതായത് ചിലതൊക്കെ എഴുതി പകുതി കഴിയുമ്പോഴത്തേനും കയ്യിൽ നിന്ന് പോയാലുണ്ട്. ചിലത് പകുതി വരെ വന്നിട്ട് പകുതി കഴിഞ്ഞ് പെട്ടെന്ന് നിർത്തിയിട്ടുണ്ട്. അപ്പം എഴുത്തുകാരൻ്റെ ആ മാനസികാവസ്ഥ അതേപടി ആ കഥകളിൽ പ്രതിഫലിച്ചിട്ടുണ്ട്. ചിലതൊക്കെ വളരെ അടിപൊളിയാണ്, ആദ്യം തൊട്ട് അവസാനം വരെ. പല അതായത് ഇത് എഴുതിയ സമയം ഉണ്ടല്ലോ, കുറേ വർഷങ്ങൾക്ക് മുമ്പാണ്. ആ സമയത്തൊക്കെ ഇത്രയും നന്നായിട്ട് കാര്യങ്ങളെ പോർട്രേറ്റ് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ടല്ലോ, അത് ഭയങ്കര വണ്ടർഫുൾ എന്നേ എനിക്ക് പറയാനുള്ളൂ. അതാണ് എന്നെ പ്രധാനമായിട്ടും ആ കഥയിൽ ഷെർലക് ഹോംസിനെ കുറിച്ച് പറയാനുള്ളത്. കാരണം ഈ വിക്ടോറിയൻ കാലഘട്ടത്തിലാണോ ഇത് എഴുതിയത് എന്നെനിക്ക് തോന്നുന്നു. ഞാൻ അതിൻ്റെ ചരിത്രപരമായിട്ട് അന്വേഷിച്ച് പോയിട്ടില്ല. അപ്പോൾ ആ സമയത്തൊക്കെ ഇങ്ങനെ എഴുതുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തരം ഞാനിതിപ്പോൾ എങ്ങനെയാണ് അത് പറയുക? അത് എനിക്ക് ശരിക്കും പറഞ്ഞാൽ വായിച്ച് ബോറടിച്ച ഒരു കഥയാണ് ഷെർലക് ഹോംസിൽ ഏറ്റവും ഹിറ്റായിട്ടുള്ളതെന്ന് എനിക്ക് തോന്നുന്നു. ഏതാണ് ഒരു സ്വന്തം കാമുകിക്ക് വേണ്ടിയിട്ട് പകരം വീട്ടാൻ, കൊല്ലപ്പെട്ട തൻ്റെ കാമുകിക്ക് വേണ്ടിയിട്ട് പകരം വീട്ടാൻ വരുന്ന ഒരു കക്ഷിയുണ്ട്. ഒരു കുതിരവണ്ടിയൊക്കെ ആയിട്ട് വരുന്നൊരു ടീം. അപ്പോൾ ആ ടീം ഏറ്റവും അവസാനം അതിൻ്റെ പുള്ളിക്ക് പുള്ളിയുടെ ഹൃദയത്തിന് എന്തോ ഒരു ദ്വാരം ഏതാണ്ടുണ്ട്. അപ്പോൾ അങ്ങനെ പുള്ളി അവസാനം മരിക്കുകയാണ്. അതാണ് ഒരു കഥ. എനിക്ക് വായിച്ചപ്പോൾ ആ പഴയ കഥയിലോട്ട് പോകുമ്പോഴത്തേനൊക്കെ എനിക്ക് നന്നായിട്ട് ബോറടിച്ചായിരുന്നു അത്. പക്ഷേ അത് ഒന്നൊന്നര കഥ തന്നെയാണ്. അപ്പോൾ ഇദ്ദേഹം ഇത് എഴുതിയതിൻ്റെ റൈറ്റർ, ഷെർലക് ഹോംസിൻ്റെ റൈറ്റർ
സ്ത്രീകളെ പരിഗണിച്ചിട്ടില്ല എന്നൊക്കെ പറയുമ്പോൾ തന്നെ വളരെ ഭംഗിയായിട്ട് അദ്ദേഹം സ്ത്രീകളെ മാനിച്ചിരുന്ന ഒരാളാണെന്നുള്ളത് അത് അതിന് ഞാനങ്ങനെ എന്തോ പറയുന്നത്, ഇപ്പോഴത്തെ കാലം വെച്ച് അദ്ദേഹത്തെ അങ്ങനെ ആ കാര്യത്തിൽ അങ്ങനെ പൊക്കി പറയുന്നൊന്നുമില്ല. അതായത് അതൊക്കെ ഏത് നിലവാരത്തിലാണെന്ന് നമുക്കറിയത്തില്ല. പക്ഷേ വളരെ മാന്യമായിട്ടൊരു സമീപനം സ്ത്രീകളുമായിട്ട് നടത്തുന്ന ഒരാളാണ് എന്നുള്ളത് ഇത്തരം അദ്ദേഹത്തിൻ്റെ സ്ത്രീ കഥാപാത്രങ്ങളുടെയൊക്കെ കാര്യം വെച്ചുള്ള സെറ്റപ്പുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. അതുപോലെ തന്നെ വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് ഫ്രണ്ട്ഷിപ്പ് അദ്ദേഹം വിവരിച്ചിട്ടുണ്ട്. ഹോംസും വാട്സണും തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അസൂയ തോന്നിപ്പോവാണ്. അവരെ പോലെ ജീവിക്കാൻ സാധിച്ചിരുന്നെങ്കിൽ എന്ന് തോന്നിപ്പോവും. അത്ര ബ്യൂട്ടിഫുള്ളായിട്ടാണ് ആ ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ച് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരുപാട് കാരണം കൊണ്ട്, പിന്നെ അതിൻ്റെ ശാസ്ത്രം കൈകാര്യം ചെയ്തിരിക്കുന്ന ശാസ്ത്രത്തോടുള്ള സമീപനം, അതൊക്കെ അബ്സല്യൂട്ട്. അപ്പോൾ എല്ലാം വെച്ച് നോക്കുമ്പോൾ നമുക്ക് തള്ളിക്കളയാൻ പറ്റാത്തൊരു സാധനമാണ് ഷെർലക് ഹോംസ്. അപ്പോൾ തള്ളിക്കളയാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അന്നത്തെ സമയത്ത് അദ്ദേഹം എത്രമാത്രം അതിൻ്റെ എഴുത്തുകാരൻ ഒരു എന്താ പറയുന്ന ഒരു ഈ ഫ്രണ്ട്ഷിപ്പ് പറഞ്ഞിരിക്കുന്നു, ലവ് അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു. അദ്ദേഹം വിഷയങ്ങളോടുള്ള അദ്ദേഹത്തിൻ്റെ സമീപനം എല്ലാം വളരെ നമ്മളെ അത്ഭുതപ്പെടുത്തുന്നുണ്ട്. ആ സമയത്ത് ഇപ്പോൾ അതൊന്നും വലിയ കാര്യമൊന്നും അല്ലെങ്കിൽ പോലും ആ സമയത്ത് ഇങ്ങനെ അദ്ദേഹത്തിന് എഴുതാൻ സാധിച്ചു എന്നുള്ളത് കൊള്ളാം. അദ്ദേഹം നല്ലൊരു മനുഷ്യൻ്റെ റൈറ്റർ, ഒരു നല്ല മനോഭാവക്കാരനായിരുന്നു എന്നുള്ളത് എന്നെ ഇഷ്ടപ്പെടുത്തി. കഥ വായിച്ച് ഇൻട്രസ്റ്റ് ആകുന്നതിനൊപ്പം തന്നെ. പിന്നെ ആ കാലത്ത് ഒരു രചനയായതിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എന്താണെങ്കിലും അപ്പോൾ പിന്നെ ആ ഇതിന് പ്രശ്നമുണ്ടെന്നൊക്കെ നമ്മൾ പറയാൻ വേണ്ടി പോയി കഴിഞ്ഞാൽ പിന്നെ ബാക്കി ആ സമയത്ത് ഇറങ്ങിയ പുസ്തകങ്ങളൊക്കെ പിന്നെ എന്ത് തേങ്ങയാണ് എന്നൊക്കെ പറയേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് ഇത്രയും സംഭവങ്ങൾ ഈ ഒരു കഥ, ഈ ഷെർലക് ഹോംസിൻ്റെ കഥകളിൽ നിന്ന് തന്നെ ഇത്രയും ഒരു അനുഭവം എനിക്കുണ്ടായ സ്ഥിതിക്ക് ഇതിനെ വെല്ലുന്ന ഒരു അനുഭവം മറ്റൊരു പുസ്തകങ്ങളിൽ നിന്നും എനിക്കുണ്ടായിട്ടില്ല. ഞാൻ പല ഡ്രാക്കുളയൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ട്. എനിക്കത്ര ഒരു പ്രേത സെറ്റപ്പിനോട് അത്ര ഒരു താല്പര്യമില്ല. അതിൻ്റെ കാരണമൊക്കെ മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. കാരണം ഹൊറർ എന്ന് പറഞ്ഞാൽ അതൊരു പഴഞ്ചൻ ജോണറാണ്. ആ ജോണറ മാറി ഇപ്പോൾ അത് സൈക്കോളജിയിലോട്ട് എത്തിയിട്ടുണ്ട്. ഇനി അത് മാറും മുന്നോട്ട്. അപ്പോൾ അതൊക്കെ അങ്ങനെയാണ്, കോമഡി മാറി സറ്റയർ ആയതുപോലെ. അപ്പോൾ അതാണ്. അപ്പം എന്താ പറയുക, ഇപ്പോൾ ആർക്കെങ്കിലും ഷെർലക് ഹോംസ് വായിച്ചിട്ട് ഇഷ്ടപ്പെടുന്നില്ല എന്നുണ്ടെങ്കിൽ അതിന് ഞാൻ കുറ്റം പറയുമൊന്നുമില്ല. കാരണം അതൊരു പുതിയ കാലത്ത് ഇത് വെച്ച് നോക്കുമ്പോൾ ഷെർലക് ഹോംസ് വായിക്കേണ്ട കാര്യമുണ്ടോ? വായിക്കേണ്ട കാര്യമുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തുകൊണ്ട് വായിക്കേണ്ടെന്നൊക്കെ പിന്നെ പറയേണ്ടി വരും. അതുകൊണ്ട് കുഴപ്പമില്ല, വായിക്കണം എന്നുണ്ടെങ്കിൽ വായിക്കാം. ആർക്കെങ്കിലും ഷെർലക് ഹോംസ് ഇഷ്ടമില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ട് വലിയ തെറ്റൊന്നുമില്ല. പിന്നെ ഷെർലക് ഹോംസ് ഇഷ്ടമില്ല, ബാക്കിയുള്ള ഏതെങ്കിലും പഴഞ്ചൻ പുസ്തകങ്ങളാണ് ഇഷ്ടം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് സമ്മതിച്ചു കൊടുക്കാൻ പറ്റത്തില്ല. ഒരു വിവരദോഷിയുടെ ലക്ഷണമാണ്. അപ്പോൾ എന്താണെങ്കിലും ഇപ്പം എന്താ പറയുക, ഇപ്പം ഇതാണ് ഫ്രണ്ട്ഷിപ്പാണെങ്കിലും റൊമാൻസ് ആണെങ്കിലും വളരെ നന്നായിട്ട് അന്നത്തെ കാലത്ത് നിന്ന് നോക്കുമ്പോൾ വളരെ ഭംഗിയായിട്ട് കൈകാര്യം ചെയ്തിട്ടുണ്ട് ഷെർലക് ഹോംസിൻ്റെ റൈറ്റർ സർ ആർതർ കോനൻ ഡോയൽ എന്നാണ് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ. അങ്ങനെ ഞാൻ പ്രൊണൗൺസിയേഷൻ പറയുമ്പോൾ നാക്കുളുക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ നല്ലൊരു നാവിനൊരു വഴക്കം കിട്ടുന്ന സമയത്ത് പേര് പറഞ്ഞത്. അപ്പോൾ എപ്പോഴും പറയുമ്പോൾ കിട്ടണമെന്നില്ല. അപ്പോൾ അതാണ്. അപ്പോൾ അങ്ങനെ പുസ്തകം ഇഷ്ടപ്പെട്ടു, എൻ്റെ റൈറ്ററെ ഇഷ്ടപ്പെട്ടു. അപ്പം തന്നെ ഇത്തരം കാര്യങ്ങൾ എനിക്ക് നല്ലൊരു അനുഭവം ഈ പുസ്തകത്തിൽ നിന്നുണ്ടായപ്പോൾ തന്നെ ഇതിൽ നിന്ന് എൻ്റെ ഒരു എഴുത്തിന് ഇതിൻ്റെ ഒരു ചുവയുണ്ട് എന്ന് പറയാം. അപ്പോൾ അതിനി ഭാവിയിൽ മറ്റാൾക്കാർ പറയട്ടെ,
എൻ്റെ എഴുത്തും ഷെർലക് ഹോംസും തമ്മിലുള്ള ബന്ധവും കാര്യങ്ങളൊക്കെ. എന്താണെങ്കിലും ഷെർലക് ഹോംസിൽ നിന്ന് എനിക്ക് ചില പ്രചോദനങ്ങളൊക്കെ, ചില പോർട്ടബിൾ പ്രചോദനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് ഭാവിയിൽ ഞാൻ സിനിമ ചെയ്യുമ്പോൾ എല്ലാവർക്കും കൂടുതൽ മനസ്സിലാവും. പിന്നെ എൻ്റെ എഴുത്തുകൾ വായിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം. പക്ഷെ എങ്കിൽ പോലും എനിക്കുള്ള ഒരു സങ്കടമല്ല, എന്നാലും ഒരു സങ്കടം എന്നുള്ള രീതിയിൽ പറയുകയാണെങ്കിൽ, ഷെർലക് ഹോംസ് വായിച്ചത് ഇഷ്ടപ്പെട്ട് അത്തരം കൃതികൾ എഴുതണമെന്ന് മാത്രം ഉദ്ദേശിച്ച ഒരാളാണ് ഞാൻ. പക്ഷേ എന്നെക്കൊണ്ടത് സാധിക്കില്ല എന്നുള്ളതാണൊരു സത്യം. അപ്പോൾ ആദ്യം ഒരു ചെറിയ വിഷമമൊക്കെ ഉണ്ടായിരുന്നു, എഴുതാനൊക്കെ ശ്രമിച്ച് അങ്ങനെ പരാജയപ്പെട്ടപ്പോൾ. പക്ഷേ അത് ആ കാലത്തെ ഒരു രചനയാണ്. ഓരോ ആളുകളും വ്യത്യസ്തരാണ്. അങ്ങനെ മനുഷ്യരെ പറ്റിയൊക്കെ കൂടുതൽ പഠിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ അത്തരം ഒരു വേദനകൾക്ക്, സങ്കടങ്ങൾക്ക് കാര്യമില്ല എന്നുള്ളത് എനിക്ക് മനസ്സിലായി. എങ്കിലും ഞാൻ പറഞ്ഞല്ലോ, ഞാൻ സിനിമ എടുക്കുമ്പോൾ ഷെർലക് ഹോംസിൽ നിന്നുള്ള ഒരു പ്രചോദനം ഉറപ്പായിട്ടും എൻ്റേതായ രീതിയിലുണ്ടാവും. എനിക്കുണ്ടായ ആ ഒരു പോർട്ടബിൾ പ്രചോദനം എല്ലാവർക്കും മനസ്സിലാകുന്നതായിരിക്കും. ഞാൻ അതായത് ഇപ്പോൾ ഒരു ഹിൻഡ് പറയുകയാണെങ്കിൽ, ഞാൻ ആദ്യം ചെയ്യുന്ന 5 സിനിമകളിൽ 2 സിനിമകൾ ഷെർലക് ഹോംസിൽ എനിക്കുണ്ടായ ഒരു പോർട്ടബിൾ പ്രചോദനവുമായിട്ട് ബന്ധപ്പെട്ട് ഒരു സെറ്റപ്പിലായിരിക്കും. അങ്ങനെ ഇപ്പോൾ പറയാൻ പറ്റുന്നുള്ളൂ. എൻ്റെ രൂപരേഖ ഇപ്പോൾ എൻ്റെ മനസ്സിലിരിപ്പുണ്ട്, പക്ഷേ അത് ഒന്നും ആയിട്ടില്ല. അന്നേരം കാണാം. അപ്പോൾ അതാണ്. പിന്നെ ഷെർലക് ഹോംസ് പോലത്തെയുള്ള കഥകൾ എനിക്ക് എഴുതാൻ പറ്റാതെന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേന് എനിക്ക് കെമിസ്ട്രിയിൽ അറിവില്ല, ഡീപ്പ് നോളജ് ആവശ്യമുണ്ട്. ഇപ്പോൾ കെമിസ്ട്രി അധ്യാപകനോളം ഏറ്റവും കുറഞ്ഞ പക്ഷേ എനിക്ക് നോളജെങ്കിലും വേണമായിരുന്നു. കാരണം ഈ ഒരു കാര്യത്തെക്കുറിച്ച് റിസർച്ച് ചെയ്യണമെങ്കിൽ മിനിമം നോളജ് വേണമല്ലോ. പിന്നെ അങ്ങനെയൊക്കെ പലരും, ഒരു നോളജ് ഇല്ലാത്ത ആളുകളും റിസർച്ച് ചെയ്തൊക്കെ കഥകളൊക്കെ എഴുതുന്നുണ്ട് കേട്ടോ. അത് അവരുടെ കാര്യം, അത് അവരുടെ എഴുത്തും അവരുടെ രീതികളുമായിട്ട് ബന്ധപ്പെട്ട് അവർക്ക് അങ്ങനെ മിനിമം സംഭവങ്ങൾ മതിയായിരിക്കും. പക്ഷേ എനിക്കെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ കെമിസ്ട്രിയിൽ ഒരു ടേം എടുത്ത് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ എൻ്റയർ കാര്യങ്ങളെക്കുറിച്ച് ഒരു അവെയർനെസ്സും അറിവും ഒക്കെ ഉണ്ടായിരിക്കണം. അതല്ലാണ്ട് അറ്റപ്പറ്റ സംഭവം വെച്ച് എനിക്ക് പറ്റത്തില്ല. കാരണം ഞാൻ വളരെ ഡീപ്പായിട്ട്, വളരെ ഫ്ലേവേഡായിട്ട് എഴുതുന്ന ഒരാളാണ്. അപ്പോൾ കെമിസ്ട്രി ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ കെമിസ്ട്രിയെ പറ്റി നല്ല നോളജ് ആവശ്യമുണ്ട്. അത് ആരെങ്കിലും പറഞ്ഞു തന്നിട്ട് കാര്യമില്ല. എനിക്ക് സ്വന്തമായിട്ട് നല്ലൊരു പിടിപാട് വേണം. എൻ്റെ എഴുത്ത് അങ്ങനെയാണ് വരുന്നത്, അതുകൊണ്ടാണ്. അപ്പോൾ അതില്ലാത്തതുകൊണ്ട് അതിനെപ്പറ്റി എനിക്ക് സങ്കടമൊന്നുമില്ല. കാരണം ഞാൻ എപ്പോഴും പറയുന്നതാണല്ലോ, ജനറൽ ഫ്രെയിം എൻ്റെ കയ്യിലാണ് ഇരിക്കുന്നത്. ഈ ജനറൽ ഫ്രെയിം ഞാൻ സെറ്റ് ചെയ്തതിന് ശേഷമുള്ളൂ ഈ ഡീപ്പ് നോളജ് കൊണ്ടുള്ള ആളുകൾക്ക് പ്രയോജനം ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ ഞാൻ ജനറൽ നോളജ് സെറ്റ് ചെയ്യട്ടെ, അതിനുശേഷം അപ്പോൾ എൻ്റെ കാലം കഴിഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. പിന്നെ എനിക്കിപ്പോൾ ഞാൻ ആശ്വസിക്കുന്നത്, ഈ ജനറൽ ഫ്രെയിം ഞാൻ സെറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഈ ഡീപ്പ് നോളജുമായിട്ട് ആൾക്കാർ വരുമ്പോൾ അത്തരം സിനിമകളിലൊക്കെ അഭിനയിക്കാൻ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാൾ വേണ്ടേ. അപ്പോൾ അവിടെ എനിക്കൊരു സ്ഥാനമുണ്ടാവും. അവിടെയാണ് എൻ്റെ സ്ഥാനം എന്ന് വിചാരിച്ച് ഞാനിരിക്കുകയാണ്. അപ്പോൾ അത്തരം കഥകളൊന്നും എഴുതാൻ പറ്റിയില്ലെങ്കിൽ പോലും അത്തരം കഥകളിലെ കഥാപാത്രങ്ങളായി മാറാൻ എനിക്ക് സാധിക്കും. അപ്പോൾ കാരണം മുൻപ് ഈ പാതയിൽ സഞ്ചരിച്ചിട്ടുണ്ട് എന്നുള്ള ഒരു നിലയിൽ കൂടി. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. പിന്നെ അത് ഷെർലക് ഹോംസിൻ്റെ സിനിമ വന്നു, സീരീസ് വന്നു, പല സിനിമകളുണ്ടായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ എനിക്കിഷ്ടപ്പെട്ടത് അതിനൊരു വിഷ്വലായിട്ട് വന്നപ്പോൾ ഇഷ്ടപ്പെട്ടത് എനിക്ക് ഗൈ റിച്ചിയുടെ ഷെർലക് ഹോംസിനെയാണ്. നമ്മുടെ ടോണി സ്റ്റാർക്ക് എന്നാ വായി വരത്തുള്ളൂ, പുള്ളിയുടെ ഒറിജിനൽ പേര് ടോണി സ്റ്റാർക്കിൻ്റെ ഒറിജിനൽ പേരെന്താണ്? എന്ത് ജൂനിയറാണ്? റോബർട്ട് ഡൗണി ജൂനിയർ. അപ്പം അതാണ്, ഈ ഗൈ റിച്ചി ഒരു ബ്രിട്ടീഷുകാരനാണ്. അപ്പോൾ ഈ ഷെർലക് ഹോംസ് എനിക്ക് തോന്നുന്നു ബ്രിട്ടീഷുകാരനല്ലേ. ഷെർലക് ഹോംസിൻ്റെ ഒറിജിൻ ബ്രിട്ടീഷിൽ
ബ്രിട്ടീഷാണെന്ന് തോന്നുന്നു. അപ്പോൾ ആ ഡയലക്റ്റ് ലാംഗ്വേജിൻ്റെ ബ്രിട്ടീഷ് ഇംഗ്ലീഷിൻ്റെ ഡയലക്റ്റ് വേണം. അപ്പോൾ അത് ഡയലക്റ്റ് എന്നാണോ അതിന് പറയുന്നത്? ഞാൻ എപ്പോഴോ കേട്ട ഒരു ഇതാണ്. അതെനിക്കൊരു പുതിയ അറിവായിരുന്നു കേട്ടോ. ഞാൻ അത്രയ്ക്കും ചിന്തിച്ചില്ല. അതായത് ഷെർലക് ഹോംസ് ആയിട്ട് അഭിനയിക്കുന്ന ഒരാൾക്ക് ഈ പർട്ടിക്കുലർ ഡയലക്റ്റിൽ പ്രാവീണ്യം വേണം എന്നുള്ളത്. ബ്രിട്ടൻ ഇംഗ്ലീഷിലെ കാര്യം അമേരിക്കൻ സിനിമയാണെങ്കിൽ പോലും അതിൽ ഷെർലക് ഹോംസ് ബ്രിട്ടീഷുകാരനാണല്ലോ. അപ്പോൾ എനിവേ ഞാനത് പറഞ്ഞു കൊളവാക്കുന്നില്ല. എന്താണെങ്കിലും ഈ ഡൗണിയുടെ ഡയലക്റ്റ് അടിപൊളിയാണ് എന്നുള്ളത് ഏറ്റവും നന്നായിട്ട് ബ്രിട്ടൻ ഇംഗ്ലീഷ് അദ്ദേഹം സംസാരിക്കുമെന്നുള്ള രീതിയിലാണ് ഗൈ റിച്ചി പറഞ്ഞിരിക്കുന്നത്. ഗൈ റിച്ചി ഹിംസെൽഫ് ഒരു ബ്രിട്ടീഷുകാരനാണ്. ഉഗ്രനൊരു സിനിമയാണ്. എനിക്ക് തോന്നുന്നത് ഏറ്റവും കുറഞ്ഞ വർഷം 2009 ഇറങ്ങിയ ഷെർലക് ഹോംസ് ഗൈ റിച്ചിയുടെ. അതിൻ്റെ 2 എണ്ണം ഇറങ്ങി. രണ്ടും അത്ര കണ്ടങ്ങ് അതിൻ്റെ പ്രൊഡ്യൂസേഴ്സ് വിചാരിച്ച നിലവാരത്തിൽ വിജയിച്ചില്ല. അതുകൊണ്ടാണ് അതിനെ തുടർന്ന് പോകാത്തത്. ബട്ട് 2009 ഷെർലക് ഹോംസ് ഒന്ന് കണ്ടു നോക്കുക, നല്ലൊരു അനുഭവമായിരിക്കും. പിന്നെ 2011 വേണമെങ്കിൽ കാണാം. കാരണം പക്ഷേ അതൊരു കുറച്ചുകൂടെ എന്തോ പറയണേ ഇത്, അതായത് ഒരു യാത്രക്കാരൻ ഒരു വാഹനത്തെ കാണുന്നത് പോലെയല്ലല്ലോ ഒരു മെക്കാനിക് ഒരു വാഹനത്തെ കാണുന്നത്. അപ്പോൾ ഒരു മെക്കാനിക്കിന് ആദ്യത്തെ ഷെർലക് ഹോംസ് ഒരു യാത്രക്കാരനൊരു വാഹനത്തെ കാണുന്ന പോലെ കാണാം. രണ്ടാമത്തെ ഷെർലക് ഹോംസിനെ നമ്മളൊരു മെക്കാനിക്കലായിട്ട് ഒരു മെക്കാനിക് ഒരു വാഹനത്തെ നോക്കി കാണുന്ന പോലെ കാണേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ കുറച്ച് ആസ്വാദ്യതയുടെ കാര്യത്തിൽ കുറച്ച് ഇതുണ്ട്. എന്താണെങ്കിലും ഞാൻ അതിനെക്കുറിച്ച് പറയുന്നില്ല. പറ്റുമെങ്കിൽ ആ സിനിമ കണ്ടു നോക്കുക. ഞാൻ കുറേ കാലം ഇങ്ങനെ പല അതിൻ്റെ സീക്വൻസും കണ്ട് ഇഷ്ടപ്പെട്ടാണ് എനിക്ക് ആ പടം. ഒരു ദിവസം കാണണം എന്ന് തീരുമാനിച്ച് കണ്ടു കഴിഞ്ഞപ്പോൾ അങ്ങ് ഇഷ്ടപ്പെട്ടതാണ്. ആദ്യമൊന്നും വലിയ സുഖമൊന്നുമില്ലായിരുന്നു. കാരണം ഈ ബ്രിട്ടൻ ഇംഗ്ലീഷിനോട് എനിക്കൊരു ഒരു രസക്കുറവുണ്ട്. കാരണം ഇച്ചിരി പാടാണ് ഇത് ലാംഗ്വേജ്. എൻ്റെ ഗ്രാമറും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ പോലും മൊത്തത്തിൽ ഒരു ഇതാണ്. അപ്പോൾ ഞാനത്ര ഭാഷയിൽ അത്ര പ്രാവീണ്യമുള്ള അല്ലെങ്കിൽ ഉണ്ടാകാൻ പോകുന്ന ഒരാളല്ല. ഏത് ഭാഷ വേണമെങ്കിലും ഞാൻ കൈകാര്യം ചെയ്യും. എല്ലാ ഭാഷകളും എനിക്കറിയാവുമെന്ന് ചോദിച്ചാൽ ഇല്ല. പക്ഷേ പെട്ടെന്ന് എനിക്ക് ഭാഷ പഠിക്കാൻ പറ്റുകയും അത് കൈകാര്യം ചെയ്യാൻ പറ്റും. പക്ഷേ ഭാഷയിൽ പ്രാവീണ്യം ഉണ്ടാകുമെന്ന് ചോദിച്ചാൽ ഇല്ല. അതിപ്പോൾ മലയാളത്തിലാണെങ്കിലും ഇല്ല. മലയാളത്തിൽ ഞാനിങ്ങനെ ഇരുന്ന് സംസാരിക്കുന്നത് കാണുമ്പോഴത്തേനും ഭാഷയിൽ പ്രാവീണ്യം ഉണ്ടാകുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഇല്ല. കാരണം നന്നായിട്ട് മലയാള ഭാഷ അറിയാവുന്ന ഒരാളെ കൊണ്ടുവന്നിട്ട് അയാളുമായിട്ട് ഞാൻ സംസാരിക്കുമ്പോഴത്തേനുമാണ് എൻ്റെ ഭാഷയിലുള്ള പ്രാവീണ്യത്തെക്കുറിച്ചൊക്കെ അറിയത്തുള്ളൂ. അപ്പോൾ അതിൻ്റെ ഭാഷയിൽ പ്രാവീണ്യത്തിൻ്റെ ഒന്നും ആവശ്യം ഇപ്പോൾ ഇല്ല. എങ്കിൽ പോലും ഒരു പൊതുധാരണ വേണം എന്നുള്ളതാണല്ലോ. അപ്പോൾ എന്താണേലും അങ്ങനെ ഡൗണിയുടെ സിനിമയുണ്ട് ഷെർലക് ഹോംസ്. പിന്നെ അതേപോലെ തന്നെ എനിക്കൊക്കെ ഈ ഡൗണിയുടെ സിനിമ ഇഷ്ടപ്പെട്ടതുപോലെ തന്നെ നമ്മുടെ ആ പുള്ളിയുടെ പേര് നീണ്ട പേരാണല്ലോ, ആരാന്നറിയാം? നമ്മുടെ ഡോക്ടർ സ്ട്രേഞ്ച്, അയാളുടെ പേരും ബെനഡിക്റ്റ് എന്നാ പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ മാറിപ്പോവും. അതുകൊണ്ട് ഞാനത് പഠിച്ചു വെച്ചായിരുന്നു. എന്തോ ഒരു വിച്ച് അങ്ങനെ പറഞ്ഞ് ഞാനിനി കൊളവാക്കുന്നില്ല. എനിവേ അദ്ദേഹം ഷെർലക് ഹോംസ് ആയിട്ടുണ്ട്. ഷെർലക് ഹോംസിൻ്റെ സീരീസ് അതിനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്. അതിന് ലേറ്റായിട്ടാണ് ഞാൻ കണ്ടത്. അപ്പോൾ എനിക്ക് ഡൗണിയുടെ ഷെർലക് ഹോംസിൻ്റെ ആണ് ഇഷ്ടം. കാരണം ഞാൻ കണ്ടത് അതാണ്. പക്ഷേ ഇത് ആദ്യം കണ്ടവർക്ക് ഡൗണിയുടെ ഇഷ്ടപ്പെട്ടിട്ടില്ല. ഡൗണിയുടെ കണ്ടവർക്ക് ഇതും ഇഷ്ടപ്പെടാൻ വഴിയില്ല. എനിവേ രണ്ടും നല്ലതാണ്. ഇപ്പോൾ ബെനഡിക്റ്റിൻ്റെ കാര്യത്തിലാണെങ്കിൽ പോലും ബെനഡിക്റ്റും ഇതുപോലെ തന്നെ ബ്രിട്ടൻകാരനാണ്. അപ്പോൾ അദ്ദേഹത്തിനും അങ്ങനെ ഒരു ബ്രിട്ടീഷ് ഇംഗ്ലീഷ് വശമുള്ള ഒരാൾക്കേ ഉള്ളൂ ഷെർലക് ഹോംസിനെ പോർട്രേ ചെയ്യാൻ പറ്റത്തുള്ളൂ എന്നുള്ളതാണ്. അത് ഗൈ റിച്ചി പറയുമ്പോഴാണ് ഞാനത് ശ്രദ്ധിക്കുന്നത്, അങ്ങനൊരു സംഭവം ഉണ്ടല്ലോ എന്നുള്ളത്. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. എന്താണേലും രണ്ടാൾക്കാരും കൊള്ളാം. ഞാൻ ആദ്യം
കണ്ടതും പിന്നെ ഒരു സിനിമ ആയതുകൊണ്ടും എനിക്ക് ഗൈ റിച്ചിയുടെ ഷെർലക് ഹോംസാണ് ഇഷ്ടം. മറ്റേതും കുഴപ്പമൊന്നുമില്ല. ഒന്ന് സിനിമ ഒന്ന് സീരീസുമാണ്. നിങ്ങളാ രണ്ടും സാധിക്കുമെങ്കിൽ കണ്ടു നോക്കുക. അപ്പം ഞാനത് പറയുന്നതിനേക്കാളും കൂടുതലായിട്ട് നിങ്ങൾക്കത് മനസ്സിലാവും. അപ്പോൾ ഇതൊക്കെയാണ് ഞാനും ഷെർലക് ഹോംസും തമ്മിൽ ഉള്ള ചില കാര്യങ്ങൾ പറയണമെന്ന് വിചാരിക്കുന്നത്. പിന്നെ വേറെ എന്താണ്, വേറെ ഇതിനെപ്പറ്റി ഒന്നുമില്ല. പറ്റുമെങ്കിൽ ഈ ഷെർലക് ഹോംസിൻ്റെ സീരീസുകൾ കാണുക, പിന്നെ സിനിമ ആദ്യം കാണുക എന്ന് ഞാൻ പറയാൻ പറ്റും. സീരീസ് കണ്ടു തീർക്കുന്ന സമയം എടുക്കുമല്ലോ. അപ്പോൾ കാണുക, സിനിമ ആദ്യം കാണുക. 2009 ഷെർലക് ഹോംസ് ഒന്ന് കണ്ടു നോക്കുക. ഞാൻ എൻ്റെ ഈ വിവരണം കൂടെ ചേർത്ത് അതിനോട് വായിക്കുമ്പോഴത്തേനും ഒരുപക്ഷെ നിങ്ങൾക്ക് ആ സിനിമ ഇഷ്ടപ്പെടുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ ഒരു പ്രശ്നമുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചിലർക്ക് ആ സിനിമ ഇഷ്ടപ്പെടാതെ പോകാൻ സാധ്യതയുണ്ട്. കാരണം ഈ ക്രിസ്റ്റഫർ നോളൻ്റെ ഡാർക്ക് നൈറ്റ് സീരീസ് പോലെ ഒരു സോഷ്യലാണ്. ഒരു ഷെർലക് ഹോംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തം കുടുംബത്തിന് വേണ്ടിയിട്ടോ സ്വന്തം കാര്യങ്ങൾക്കോ വേണ്ടിയിട്ടോ അധ്വാനിക്കുന്ന ഒരാളല്ല. അദ്ദേഹം മറ്റുള്ളവർക്ക് സർവീസ് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ഒരു സോഷ്യൽ ബോധമുള്ളവർ, ഒരു പൊളിറ്റിക്കൽ ബോധമുള്ളവർ, സോഷ്യൽ ബോധമുള്ളവർ, അപ്പോൾ ആ ഒരു തരത്തിൽ ഉള്ളൊരു മെൻറ്റാലിറ്റി ഉള്ളവർക്കേ ഉള്ളൂ ഇത് ഇഷ്ടപ്പെടത്തുള്ളൂ. അല്ലെങ്കിൽ എന്നാ വല്ലവൻ്റെ ജീവിതത്തിലെ കേസ് തെളിയിച്ചു കൊടുത്തു കഴിഞ്ഞിട്ട് എനിക്കെന്താണ് പ്രയോജനം എന്ന് ചിന്തിക്കുന്ന ഒരാൾക്ക് എങ്ങനെയാണ് ഷെർലക് ഹോംസിനെ ഇഷ്ടപ്പെടാൻ പറ്റുക? അപ്പം ഇങ്ങനെ ചില ആളുകളുണ്ട്. ഇത്തരം ഒരു വ്യൂ സമൂഹത്തെ അതായത് എന്തെങ്കിലും ചെയ്യുമ്പോൾ അത് സമൂഹത്തിനും കൂടെ വേണ്ടി ആകണം, മറ്റു മനുഷ്യർക്ക് വേണ്ടി ആകണം എന്നുള്ളൊരു ചിന്തയില്ലാത്ത ആളുകളാണെങ്കിൽ ഇത് ഇഷ്ടപ്പെടാൻ സാധ്യതയില്ല. ബാക്കിയെല്ലാം ഓക്കെയാണ് അത്യാവശ്യം. എനിവേ എന്താണെങ്കിലും ഓരോരുത്തർക്കും അവരവരുടെ ഇഷ്ടം. സാധിക്കുന്നവർ കാണുക. ഷെർലക് ഹോംസൊക്കെ മിക്കവരും വായിച്ചിട്ടുണ്ടാവും, സിനിമ കണ്ടിട്ടുള്ളവരുണ്ടാവാം, നമ്മുടെ സീരീസ് കണ്ടിട്ടുള്ളവരുണ്ടാവാം, പിന്നെ ബെനഡിക്റ്റിൻ്റെ സിനിമകൾ കണ്ടിട്ടുണ്ടാകും, ഡോക്ടർ സ്ട്രേഞ്ച് കണ്ടിട്ടുള്ളവരും അയൺമാൻ കണ്ടിട്ടുള്ളവരും ആയിരിക്കും ഭൂരിപക്ഷം ആൾക്കാരും. നിങ്ങളങ്ങനെ വന്നപ്പോൾ ഞാൻ ഇങ്ങനെ വന്നു എന്നുള്ളതേ ഉള്ളൂ. എനിക്കും റോബർട്ട് ഡൗണി ജൂനിയറിനെയും ബെനഡിക്റ്റിനെയും ഇഷ്ടമാണ്. പക്ഷെ ഞാൻ ഇഷ്ടപ്പെട്ടത് അവർ ഷെർലക് ഹോംസ് വഴിയാണ്. പക്ഷെ നിങ്ങൾക്കും അവരെ ഇഷ്ടമായിരിക്കാം. പക്ഷെ നിങ്ങളൊരു പക്ഷേ ഇഷ്ടപ്പെട്ടത് അയൺമാൻ വഴിയും ഡോക്ടർ സ്ട്രേഞ്ച് വഴിയുമായിരിക്കാം എന്നുള്ളതാണ്. രണ്ടാൾക്കാരും നല്ല ആക്ടേഴ്സാണ്. ഒരുപാട് അവരിൽ നിന്നും എനിക്ക് പഠിക്കാൻ സാധിച്ചിട്ടുണ്ട്. രസമാണ് അവരുടെ അഭിനയം. പിന്നെ വേറെ പ്രത്യേകിച്ച് തൽക്കാലം ഒന്നും ഓർമ്മയിൽ വരുന്നില്ല. പിന്നീട് കാണാം. താങ്ക് യു.